ആത്മാന്വേഷിയായ ജീവൻ്റെ ഈ വിത്തുകളുടെയും അവരുടെ നാഥനായ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെയും അവിടുത്തെ ഭക്തി സാമ്രാജ്യത്തിൻ്റെയും കഥയാണ് അഖിലം മധുരം, ഗുരുവായൂരിൻ്റെ ഇതിഹാസം. നാരായണ. നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്ന വാതിലിനു മുന്നിലായി ഗുരുവായൂരപ്പൻ്റെ വലിയ ബലിക്കല്ല് കാണാം. ഭഗവാന്റെ 2 നിലയുള്ള ശ്രീകോവിലിൻ്റെ താഴത്തെ നിലയുടെ ആവർത്തനം തന്നെയാണ് ഈ വലിയ ബലിപീഠം. ശ്രീകോവിലിൻ്റെ 4 ദ്വാരങ്ങളും അതിനു മുകളിലുള്ള പത്മവും വലിയ ബലിക്കല്ലിൽ പ്രതീകാത്മകമായി കാണാം. വലിയ ബലിക്കല്ലിൻ്റെ ഉപരിതലം ശ്രീകോവിലിൽ വിരാജിക്കുന്ന പൊന്നു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തെ ഉറപ്പിച്ചിട്ടുള്ള പീഠത്തിൻ്റെ അധിഷ്ഠാന നിലവാരത്തിൽ തന്നെയാണ്. തന്ത്രസമുച്ചയ വിധിയനുസരിച്ച് ഈ വലിയ ബലിക്കല്ലിൻ്റെ ഉയരത്തെ 27ആക്കി ഭാഗിച്ച് താഴെ ഭൂനിരപ്പിൽ നിന്നും 1 അംശം കൊണ്ട് പാതുകവും അതിനുപരിയായി 4 അംശം കൊണ്ട് ജഗതിയും പിന്നെ 3 അംശം കൊണ്ട് കുമുദവും അതിനു മുകളിൽ 1 അംശം കൊണ്ട് കുമുദപ്പടിയും 10 അംശം കൊണ്ട് ഗളവും 1 അംശം കൊണ്ട് കല്ലുത്തരവും അതിനു മുകളിലായി 1 അംശം കൊണ്ട് വളരെ എന്നു പേരുള്ള ഭാഗവും അതിനു മുകളിൽ 3 അംശം കൊണ്ട് കപോതവും പിന്നെ 1 അംശം കൊണ്ട് കപോതപടിയും ഏറ്റവും മുകളിലായി 27 ബാക്കിയുള്ള 2 അംശം കൊണ്ട് പത്മം അഥവാ പൂക്കല്ലും നിർമ്മിച്ചിരിക്കുന്നു. ഈ ചതുരശ്ര അഷ്ടദള പത്മം അഥവാ ചതുരത്തിനകത്ത് 8 ഇതളുകളോടുകൂടിയ താമര നാലമ്പലത്തിനകത്തെ സകല ബലിദേവതകളെയും ഉൾക്കൊള്ളുന്ന സങ്കല്പമാണ്. തന്ത്രശാസ്ത്രപ്രകാരം ഗുരുവായൂർ അമ്പലപ്രതിഷ്ഠ വിഷ്ണു സങ്കല്പമാകയാൽ നാലമ്പലത്തിൻ്റെ ചുറ്റുമുള്ള വിഷ്ണു പാർഷദന്മാരായ കുമുദാദി ദേവതകളെ തന്നെയാണ് വലിയ ബലിക്കല്ലിൻ്റെ താഴെയുള്ള ബലിക്കല്ലുകളായി സ്ഥാപിച്ചിരിക്കുന്നത്. വലിയ ബലിക്കല്ല് കഴിഞ്ഞാൽ നാലമ്പലത്തിലേക്കുള്ള കിഴക്കേ വാതിലിന് മുന്നിലായി കുമുദന്റെ ബലിക്കല്ല് കാണാം. നാലമ്പലവാതിലിന് മുകളിൽ ഗുരുവായൂർ കേശവനാനയുടെ കൊമ്പുകൾ വെച്ചിട്ടുണ്ട്. ആ കഥ മറ്റൊരിടത്ത് പറയാം. ഇന്നു കാണുന്ന നാലമ്പലത്തിലെ നിർമ്മിതികളേറെയും 1970 അഗ്നിബാധയ്ക്ക് ശേഷം പുനർനിർമ്മിച്ചതോ മാറ്റം വരുത്തിയവയോ ആണ്. 1970 നവംബർ 29 അർദ്ധരാത്രിക്ക് ശേഷം ക്ഷേത്രത്തിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് ക്ഷേത്രം, ചുറ്റമ്പലം, വിളക്കുമാടം എന്നിവയുടെ ഭൂരിഭാഗവും നശിച്ചുപോയിരുന്നു. ഈ മഹാക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനുള്ള ശിലാസ്ഥാപനം 1971 മെയ് 1 പുലർച്ചെ ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനത്തിനു ശേഷം കാഞ്ചി കാമകോടി പീഠം മഠാധിപതി ശ്രീ ശങ്കരാചാര്യ ജയേന്ദ്ര സരസ്വതി സ്വാമികൾ നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ആധുനിക കാലത്തെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് കാണിപ്പയ്യൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി ചേന്നാസ് പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഊരാളൻ മല്ലിശ്ശേരി കൃഷ്ണൻ നമ്പൂതിരി, തൃപ്പൂണിത്തുറ ഈശ്വരവാര്യർ, കെ മാധവൻ നായർ, കെ രാജഗോപാലൻ എന്നിവരായിരുന്നു. വേണ്ടത്ര അളവിൽ വാനമെടുത്ത് ആദ്യം 1 അടി കനത്തിൽ മണലും അതിനു മുകളിൽ 1 അടി കനത്തിൽ കോൺക്രീറ്റും അതിനു മുകളിൽ കരിങ്കൽക്കെട്ടുമായിട്ടാണ് നാലമ്പലത്തിൻ്റെ അസ്ഥിവാരപ്പണികൾ ചെയ്തത്. വിളക്കുമാടം അഥവാ ദീപശാലയ്ക്ക് കിഴക്കുഭാഗത്ത് 3 അടി പൊക്കത്തിലും ബാക്കി 3 വശങ്ങളിൽ മുഴുവനായും ചെത്തിമിനുക്കിയ കരിങ്കല്ലുകൊണ്ടുള്ള ഭിത്തിയാണ്. ശാസ്ത്രമനുസരിച്ച് കരിങ്കല്ലുകൊണ്ട് തന്നെ മനോഹരമായി ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചവർഗത്തിന് മുകളിലാണ് 1 അടി കനമുള്ള ഈ ഭിത്തി നിൽക്കുന്നത്. ഈ ഭിത്തിക്കും അകത്തെ തൂണുകൾക്കും മുകളിൽ വിലങ്ങനെ ഉറപ്പിച്ച ദണ്ഡികകളിന്മേലാണ് മേൽപ്പുര ഉറപ്പിച്ചിരിക്കുന്നത്. ഇവയുടെ പുറത്തേ ഭാഗം വ്യാളീമുഖം മുതലായി ചിത്രവേലകൾ ചെയ്ത് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. വിളക്കുമാടത്തിന് 4 ചുറ്റും 11 നിരകളായി വിളക്കഴികൾ കാണാം. ഈ അഴികളും അവയെ താങ്ങി നിർത്തുന്ന കാലുകളും ഒന്നാന്തരം പിച്ചളത്തകിടുകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിളക്കഴികളിൽ 7000-ഓളം പിച്ചള വിളക്കുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിളക്കുകളെല്ലാം ഒരേ ആകൃതിയും ഒരേ വലിപ്പവും വേണമെന്നത് ശാസ്ത്ര നിബന്ധനയാണ്. 2 വിളക്കുകളുടെ നാളങ്ങൾ തമ്മിലുള്ള അകലം സമമായിരിക്കുകയും വേണം. 23,100 രൂപ ചെലവിൽ പാലക്കാട്ടെ രമണി ബെൽമെറ്റൽ ഇൻഡസ്ട്രീസ് ആണ് ഇവ നിർമ്മിച്ചത്. മദ്രാസിൽ നിന്നുള്ള ഭക്തരുടെ ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റിയാണ് ഈ ചെലവ് വഹിച്ചത്. ക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായതിനു ശേഷം ആദ്യത്തെ സമ്പൂർണ്ണ ദീപാലങ്കാരം 1973 ഏപ്രിൽ 14 വിഷുദിനത്തിലാണ് സമുചിതമായി ആഘോഷിച്ചത്. നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് കടക്കുമ്പോൾ ഇടതുവശത്ത് ഒരു പുണ്യസ്ഥാനമാണ്. അവിടെ തെക്കേവാതിൽ മാടത്തിൻ്റെ അർദ്ധകെട്ടിപ്പടിയിൽ കിഴക്കേ അറ്റത്തുള്ള തൂണിൽ ചാരിയിരുന്നാണ്
മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ശ്രീലകത്തിരിക്കുന്ന ഗുരുവായൂരപ്പനെ ദർശിച്ചുകൊണ്ട് നാരായണീയം എഴുതി തീർത്തതും മനസ്സ് നിറഞ്ഞു സന്തോഷിച്ച ഭഗവാൻ ഭട്ടതിരിയുടെ വാതരോഗം മാറ്റി സുഖപ്പെടുത്തിയത്. നാരായണ, ഗുരുവായൂരപ്പ. തെക്കും വടക്കുമുള്ള വാതിൽമാടങ്ങൾക്ക് നടുവിലായി ഉത്തരത്തിൽ നവഗ്രഹങ്ങളുടെ ഗംഭീരമായ ദാരുശില്പം കാണാം. നാലമ്പലവാതിൽ കടന്ന് ശ്രീകോവിൽ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഭക്തജന സഞ്ചയം മുകളിലുള്ള അതിമനോഹരമായ ഈ ശില്പം അപൂർവമായേ ശ്രദ്ധിക്കാറുള്ളൂ. അഗ്നിബാധയ്ക്ക് മുമ്പ് ഇവിടെ 9 പുഷ്പങ്ങളോടുകൂടിയ നവകണ്ഠമായിരുന്നു. ക്ഷേത്ര പുനർനിർമ്മാണ കാലത്താണ് നവഗ്രഹ ശില്പം സ്ഥാപിച്ചത്. വിളക്കുമാടത്തിൽ വിളക്കുകളുടെ എല്ലാം മുകളിലായി ഏകദേശം 1 അടി ചതുരത്തിലുള്ള അലങ്കാരപ്പലകയിന്മേലും 4 മൂലകളിലുമുള്ള പലകകളിലും മനോഹരമായ ദാരുശില്പങ്ങളുണ്ട്. പുനർനിർമ്മാണത്തിനാവശ്യമായ മരപ്പണികൾ മുഴുവനും കരാർ ഏറ്റെടുത്ത് നടത്തിയത് മഞ്ഞുമ്മൽ സ്വദേശിയായ MR ചന്ദ്രനാശാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എളവള്ളി നാരായണനാചാര്യാണ് മനോഹരമായി ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. വിളക്കുമാടത്തിന് ആകെ 58 തൂണുകളാണുള്ളത്. അതിമനോഹരമായ ശില്പചാതുരിയുള്ള ഇവ നിർമ്മിച്ചത് ബാലയ്യ സ്ഥപതിയാണ്. തൂണുകൾക്കാവശ്യമായ കരിങ്കല്ല് ഗുരുവായൂർ പ്രദേശത്തിനടുത്തു നിന്ന് തന്നെ കണ്ടെത്തി കൊണ്ടുവരികയാണ് ഉണ്ടായത്. തൂണുകളുടെ നിർമ്മാണത്തിന് 2,74,500 രൂപ ചെലവ് വന്നു. അസ്ഥിവാരം മുതൽ തറ വരെയുള്ള കരിങ്കൽ പണിയും ബാലയ്യ സ്ഥപതി തന്നെയാണ് ചെയ്തത്. അതിന് 3,25,000 രൂപയായി. വാതിൽ മാടങ്ങൾക്ക് നടുവിലൂടെ നേരെ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ അർച്ചനാ മണ്ഡപം അഥവാ നമസ്കാര മണ്ഡപം കാണാം. വേദസ്തംഭ പ്രതീകഭാരം എന്ന തന്ത്രസമുച്ചയ പ്രമാണപ്രകാരം 4 തൂണുകളോടും 1 ഉത്തരത്തോടും താഴികക്കുടത്തോടും കൂടി ചതുരാകൃതിയിൽ ഉള്ള തറയോടുകൂടിയതാണ് ഈ അർച്ചനാ മണ്ഡപം. അത് കഴിഞ്ഞാൽ പരമദിവ്യമായ ശ്രീകോവിലാണ്. ക്ഷേത്രം തന്നെയാണ് ഭഗവാന്റെ ശരീരം. അതിൻ്റെ ബിന്ദുസ്ഥാനത്ത് വിരാജിക്കുന്ന മഹാവിഗ്രഹത്തിലാണ് ഗുരുവായൂരപ്പ എന്ന് നാം ഹൃദയമുരുകി വിളിക്കുന്ന പരമാത്മചൈതന്യം ജ്വലിക്കുന്നത്. ആ ദിവ്യവിഗ്രഹത്തിനെ സംരക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ ശിരസ് അഥവാ സഹസ്രാരപത്മം തന്നെയായ സ്വർണ്ണമയമായ ശ്രീകോവിൽ അഥവാ പ്രാസാദം നിലകൊള്ളുന്നു. 1638 നാം ഇന്ന് കാണുന്ന ഈ ശ്രീകോവിൽ പണിയിച്ചിട്ടുള്ളത് എന്ന് രേഖകളിൽ കാണുന്നു. അതായത് നാരായണീയ രചന പൂർത്തിയായി 52 വർഷങ്ങൾക്ക് ശേഷം. 2 നിലകളായി ചതുരാകൃതിയിലാണ് ശ്രീകോവിൽ. സോപാനം കയറി ചെന്നാൽ സ്വർണ്ണവാതിലോടുകൂടിയ മുഖമണ്ഡപത്തിലേക്ക് കയറാം. 2 വരിയായി കവരവിളക്കുകൾ ജ്വലിക്കുന്ന മുഖമണ്ഡപം കഴിഞ്ഞ് വാതിൽ കടന്ന് പ്രവേശിക്കുന്നത് ശ്രീലകം അഥവാ ഗർഭഗൃഹത്തെ ചുറ്റിയുള്ള ചതുരാകൃതിയിലുള്ള ഒരു ചെറിയ ഇടനാഴിയിലേക്കാണ്. ഇടനാഴിയിലേക്ക് പ്രവേശിക്കാൻ ഇടതും വലതുമായി 2 പ്രവേശന കവാടങ്ങളുണ്ട്. ഇടനാഴിയുടെ 4 മൂലകളിലും വെള്ളിവിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നു. ചതുരാകൃതിയിലുള്ള ഗർഭഗൃഹത്തിൽ നടുക്കായി ബ്രഹ്മതത്വമായ പൊന്നുഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ മൂലവിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. മൂലവിഗ്രഹത്തിൻ്റെ ഇടതുവശത്ത് നിത്യശീവേലിക്കും വിശേഷങ്ങൾക്കും നമ്മൾ കണ്ടുവന്ദിക്കുന്ന പ്രസിദ്ധമായ സ്വർണ്ണത്തിടമ്പ് വെച്ചിരിക്കുന്നു. മൂലവിഗ്രഹത്തിൻ്റെ വലതുവശത്ത് വർഷത്തിലൊരിക്കൽ ആറാട്ടിന് മാത്രം പുറത്തേക്ക് എഴുന്നള്ളുന്ന പ്രാചീനമായ ചെറിയ പഞ്ചലോഹത്തിടമ്പ് വെച്ചിട്ടുണ്ട്. ഗർഭഗൃഹത്തിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് പുറകിലായി സവിശേഷമായൊരു സാളഗ്രാമപ്പടിയുമുണ്ട്. 1978-80 കാലത്ത് 2 ഘട്ടങ്ങളായാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ സ്വർണം പൂശൽ പ്രവർത്തികൾ നടന്നത്. 1981 ശ്രീകോവിലിന് ആദ്യമായി സ്വർണ്ണവാതിൽ ഘടിപ്പിക്കുന്നത്. ഗുരുവായൂരിലെ പട്ടിപ്പറമ്പിൽ രാമൻ നായരുടെ സ്മരണയ്ക്കായി 2 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്ത് KTB മേനോൻ എന്ന ഭക്തനാണ് 80 പവൻ തങ്കവും 5 കിലോ വെള്ളിയും ഉപയോഗിച്ച് തേക്ക് തടിയിൽ കടഞ്ഞെടുത്ത അതിമനോഹരമായ ഈ സ്വർണ്ണവാതിൽ സമർപ്പിച്ചത്. മരപ്പണികൾ ചെയ്തത് എളവള്ളി നാരായണനാചാരിയും സ്വർണ്ണപ്പണികൾ പഴനി സ്വദേശി അമീർജാനും ആണ് നിർവഹിച്ചത്. 1981 ജനുവരി 14 ഉച്ചപൂജയ്ക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ സ്വർണ്ണവാതിൽ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൽ ഘടിപ്പിച്ചു. മേൽശാന്തി മൂർക്കന്നൂർ കൃഷ്ണൻ നമ്പൂതിരി ദിവ്യസോപാനപ്പടിയിൽ കയറി സ്വർണ്ണവാതിൽ തുറന്ന് ഭഗവാന് സമർപ്പിച്ചു. 20 വർഷങ്ങൾക്ക് ശേഷം 2001 ഓഗസ്റ്റ് 17 ചിങ്ങം 1 വ്യവസായ പ്രമുഖനായ ധീരുഭായ് അംബാനിയുടെ വകയായി പുതിയൊരു സ്വർണ്ണവാതിൽ സമർപ്പിക്കുകയുണ്ടായി. ഇന്ന് നാം കാണുന്ന സ്വർണ്ണമണികൾ ചാർത്തിയ പൊൻവാതിൽ ചെന്നൈയിലെ രഘുനാഥ് എന്ന ഭക്തനാണ് സമർപ്പിച്ചത്. 1.5 കിലോഗ്രാം സ്വർണത്തിൽ പൊതിഞ്ഞ ഈ വാതിൽ 2012 ഓഗസ്റ്റ് 25 ശനിയാഴ്ച ഉച്ചപൂജ നൈവേദ്യത്തിന് മുൻപായി ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. നവഗ്രഹങ്ങളെയാണ് ഈ വാതിലിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പഴക്കത്താൽ കേടുവന്ന ശ്രീകോവിലിൻ്റെ 4 ചുറ്റുമുള്ള ഭിത്തിയിന്മേലുള്ള കുമ്മായവും ചിത്രപ്പണികളും നന്നാക്കാൻ അന്നത്തെ ഗുരുവായൂർ കാര്യസ്ഥൻ
ശ്രീമാൻ മേലേപ്പുറത്ത് കോന്തിമേനോൻ ശ്രമിച്ചിരുന്നു. അതിനായി അദ്ദേഹം പ്രസിദ്ധ ചുമർചിത്രകാരൻ പുലാക്കാട്ട് രാമൻ നായരുടെയും ചിന്നമ്പി പട്ടർ എന്ന പേരിൽ അറിയപ്പെട്ട രാമസ്വാമി പട്ടരുടെയും സാങ്കേതിക സഹായം തേടിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1970 ക്ഷേത്രത്തിലെ അഗ്നിബാധയെ തുടർന്ന് പുകയും കരിയും തട്ടി കേടുവന്ന ശ്രീകോവിൽ ചുമരിൻ്റെ സ്കെച്ച് തയ്യാറാക്കാൻ 1972 മെയ് മാസത്തിൽ നടപടികൾ ആരംഭിച്ചു. കൊച്ചിൻ സെൻട്രൽ സ്കൂൾ ഓഫ് ആർട്സിലെ കെ വാര്യർ, ഗുരുവായൂർ ആർട്ട് എംപോറിയത്തിലെ MK ശ്രീനിവാസൻ, ചങ്കത്ത് സോമസുന്ദരൻ എന്നിവരുൾപ്പെടുന്ന ചിത്രകലാ വിദഗ്ധരാണ് ഈ ജോലികൾ ചെയ്തത്. ഇപ്രകാരം തയ്യാറാക്കിയ പഴയ സ്കെച്ചുകളും മാതൃകകളും അനുസരിച്ച് നീണ്ട 9 വർഷത്തിനു ശേഷം 1981 മെയ് മാസം മുതൽ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരും സംഘവും ചേർന്നാണ് ഇന്ന് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ ചുമരുകളിൽ കാണുന്ന ചുവർചിത്രങ്ങൾ പുനരാലേഖനം ചെയ്തത്. വളരെ നിഷ്കർഷയോടെ പൂജാചടങ്ങുകളെയും ആചാരങ്ങളെയും ബാധിക്കാത്ത വിധത്തിൽ ലഭ്യമായ ഓരോ ദിവസത്തെയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടും വ്രതശുദ്ധിയുമോടെയാണ് മുൻപുണ്ടായിരുന്ന ചുമർചിത്രങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിറവ്യത്യാസവും വരുത്താതെ അവർ ചിത്രങ്ങൾ ആലേഖനം ചെയ്തത്. ശ്രീകോവിലിൻ്റെ 3 ഭാഗങ്ങളിലായി ആകെ 65 ചിത്രങ്ങളും ലതാവലയങ്ങളും വളരെയധികം സൂക്ഷ്മതയോടെ പ്രശംസനീയമാം വിധം അത്യധ്വാനം ചെയ്ത് അവർ പുനരാലേഖനം ചെയ്തു. കുവലയാഭിയുടെ വധവും ഗോവർദ്ധനോദ്ധാരണവും സാരസ്വത ഗോപാലവും ഇന്ന് ഭക്തജനങ്ങൾ തൊഴാൻ തിരക്കുകൂട്ടുന്ന താമരക്കണ്ണനുമൊക്കെ ഇക്കാലത്ത് പുതുക്കി വരച്ചതാണ്. ഇന്ന് കാണുന്ന ഗണപതിയുടെ ശ്രീകോവിലും അനന്തശയനവും കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകം നിർമ്മിച്ച് പ്രസിദ്ധനായ ശ്രീ കറുപ്പയ്യ സ്ഥപതി എന്ന സ്വാമിനാഥ കറുപ്പയ്യ ആചാര്യാണ് നിർമ്മിച്ചത്. അനന്തശയനത്തിന് 18,900 രൂപയും ഗണപതിയുടെ ശ്രീകോവിലിന് 67,900 രൂപയും ചെലവായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വരുന്ന ഭക്തജനങ്ങളെല്ലാം നാലമ്പലത്തിനകത്ത് കടന്ന് ഗുരുവായൂരപ്പനെ തൊഴുത് ഗണപതിയെയും വന്ദിച്ച് ശ്രീകോവിലിന് നേരെ പിൻഭാഗത്തായി ഒറ്റക്കല്ലിൽ തീർത്ത അനന്തശയനം ദർശിച്ച് പ്രാർത്ഥിച്ചാണ് പുറത്തു കടക്കുന്നത്. ഒരിക്കലും ഒരു പൂജാ ചടങ്ങുകളോ മറ്റൊരു പ്രത്യേകമായ ആചാരമോ ഈ സന്നിധിയിലില്ല. നിത്യപൂജയോ നിവേദ്യമോ ഇല്ല. പക്ഷേ ഭദ്രദീപം എല്ലായ്പ്പോഴും തെളിഞ്ഞു കാണാം. തുളസിമാലകളും ചാർത്തി കാണാം. പഴയകാലത്ത് വലിയ ഒരു അനന്തശയനത്തിൻ്റെ ചായം ചേർത്ത ചിത്രം പുലാക്കാട്ട് രാമൻ നായർ എന്ന പ്രസിദ്ധ ചുമർചിത്രകാരൻ വരച്ചത് അവിടെ ഫ്രെയിം ചെയ്ത് സ്ഥാപിച്ചിരുന്നു. അന്ന് നാലമ്പലത്തിനകത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഇത്രയും സ്ഥലം കാണുമായിരുന്നില്ല. 1970 നവംബർ 29 ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ഈ അനന്തശയനവും നശിച്ചുപോയി. പിന്നീട് ക്ഷേത്രം ചുറ്റമ്പലം കരിങ്കല്ലിൽ പുനർനിർമ്മാണം നടന്നപ്പോൾ ഇടനാഴികളുടെ സ്ഥലവും കൂടി ഭക്തജന സൗകര്യത്തിനായി എടുത്ത് വീതി കൂട്ടി. ചിത്രത്തിന് പകരം കൃഷ്ണശിലയിൽ തീർത്ത അനന്തശയനം കുറച്ചുകൂടി പിന്നിലാക്കി മതിലിനോട് ചേർത്ത് സ്ഥാപിച്ചു. ഭാരമേറിയ ഒറ്റക്കൽ വിഗ്രഹം മതിൽക്കകത്തേക്ക് കൊണ്ടുവരാനായി തെക്ക് ഭാഗത്ത് ഗജപൃഷ്ഠ മാതൃകയിലുള്ള ക്ഷേത്രമതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ചു. ഇന്ന് അവിടെ ഒരു പ്രവേശനവാതിലുമായി. അതുവരെ ക്ഷേത്രത്തിൽ തെക്ക് ഭാഗത്ത് പ്രവേശന കവാടം ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ ദേവസ്വം കാര്യാലയം നിൽക്കുന്ന സ്ഥലത്തായിരുന്നു കരിങ്കൽ പ്രവർത്തികൾ നടത്തിയിരുന്ന പണിശാല. അവിടെ നിന്നും 1973 മാർച്ച് 16 ഭക്തജനങ്ങളുടെ നാമജപം, നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ വലിയൊരു തള്ളുവണ്ടിയിൽ തെക്കേനട വഴി ഘോഷയാത്രയായിട്ടാണ് ഈ അനന്തശയനം ക്ഷേത്രത്തിൽ നിശ്ചിത സ്ഥലത്ത് എത്തിച്ചത്. അഗ്നിബാധയ്ക്ക് മുമ്പ് ഗണപതി കന്നിമൂലയോട് ചേർന്നായിരുന്നു. ഇന്നത്തെ പോലെ പ്രദക്ഷിണം വയ്ക്കാനുള്ള സൗകര്യം അന്നുണ്ടായിരുന്നില്ല. മാത്രവുമല്ല ഇത്രയധികം സ്ഥലവുമില്ലായിരുന്നു. ഇപ്പോൾ മേൽശാന്തി പ്രസാദം കൊടുക്കുന്ന സ്ഥലം അവിടെ അല്ലായിരുന്നു. വടക്കേ വാതിൽ മാടത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് വശം വെച്ച് പ്രസാദം കൊടുക്കുന്നതായിരുന്നു അന്നത്തെ പതിവ്. ഇടനാഴി ആയിരുന്നതിനാൽ മേൽശാന്തി ഇപ്പോൾ പ്രസാദം നൽകുന്ന ആ ഭാഗങ്ങളിലേക്കൊന്നും തന്നെ ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ലായിരുന്നു. പഴയ അനന്തശയനത്തിൻ്റെ ചിത്രം കുറച്ചുകൂടി മുന്നിലായിരുന്നു. പുനർനിർമ്മാണത്തിന് ശേഷമാണ് ഗണപതിയെ ദർശനം നടത്തി പ്രദക്ഷിണം വയ്ക്കാനും അനന്തശയനം ദർശിക്കാനും സൗകര്യമായത്. ക്ഷേത്രം പുതുക്കിപ്പണിതപ്പോൾ ഇടനാഴികളെല്ലാം ചേർത്ത് മനോഹരമായ 58 തൂണുകളോടുകൂടി നാലമ്പലത്തിനകത്ത് സ്ഥലസൗകര്യവും വർദ്ധിപ്പിച്ചു. നാലമ്പലത്തിൻ്റെ വടക്ക് കിഴക്കായി ഭഗവാന്റെ തീർത്ഥസ്രോതസ്സായ മണിക്കിണറിനടുത്ത് നൃത്തം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ അറയുണ്ട്. അവിടെ ഒരു വിളക്ക് സദാ എരിയുന്നത് കാണാം. മഹാഭക്തനായ വില്ലമംഗലം സ്വാമിയാർക്ക് മുന്നിൽ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം വെച്ച് ദർശനമരുളിയ പുണ്യസ്ഥാനം. ഹരേ ഗുരുവായൂരപ്പ. ശരണ